ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണേ. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ ഒരു ജീൻസ് വാങ്ങാനായിട്ട് കയറിയേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ജീൻസ് ഇതാണ്. ഇതുപോലെ തന്നെ ഒരു മോഡൽ ജീൻസ് കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിച്ച് ഒരു 2-3 ജീൻസും 1-2 ടോപ്പൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ആദ്യത്തെ പേര്. ഇതൊരു ബൂട്ട് കട്ടിൻ്റെ ജീൻസാണ്. എനിക്ക് ബൂട്ട് കട്ട് പണ്ട് നമുക്ക് ഔട്ട് ഓഫ് ഫാഷനായ ഒരു സാധനമായിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ട്രെൻഡാണ്. അപ്പോൾ ബൂട്ട് കട്ട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ ഇതെനിക്ക് സൈസ് ശരിയായില്ല. ഞാൻ എപ്പോൾ ജീൻസ് വാങ്ങിക്കാൻ കയറിയാലും എനിക്ക് സൈസ് ശരിയാവാറില്ല. പോരാത്തതിനും ട്രൈ ചെയ്യാനായിട്ട് എടുത്തുകൊണ്ടുവന്ന ടോപ്പിൻ്റെ സിബും അടയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു ടോപ്പ് ഇട്ട് നോക്കി, സെയിം ജീൻസിൻ്റെ ഒപ്പം തന്നെ. ജീൻസ് നല്ലപോലെ ലൂസുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ 12 സൈസ്, അതായത് ഇവിടുത്തെ ഒരു മീഡിയം സൈസ് ആയിരുന്നു എടുത്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് സ്മോൾ സൈസ് വേണം തോന്നുന്നു. നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ലാർജ് ആയിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഇടയിൽ നമ്മൾ സ്മോളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ അടുത്ത ജീൻസ് ഇട്ട് നോക്കി. ജീൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട്. അപ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് വന്ന ജീൻസിൻ്റെ കളറുമായിട്ട് സാമ്യം ഉള്ളതുകൊണ്ട് ഈ ജീൻസ് ഞാൻ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഇതും ഓൾമോസ്റ്റ് വലുതായിരുന്നു കേട്ടോ. ഞാൻ മുന്നേ എടുത്ത സെയിം സൈസ് തന്നെ എടുത്ത്. പിന്നെ എൻ്റെ സൈസ് 10 ആണ്. ആ സൈസ് കിട്ടാനായിട്ട് ഒരു സാധ്യതയില്ല. ഈ ജീൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മുമ്പേ പറഞ്ഞ പോലെ തന്നെ സൈസ് വലുതായതുകൊണ്ട് അതും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ജീൻസ് ഇഷ്ടമായ സന്തോഷത്തിലൊരു ഷോ ഓഫ് ഒക്കെ നടത്തിയേക്കാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അതിൻ്റെ ചെറിയ സൈസ് ചെന്ന് നോക്കിയപ്പോൾ കിട്ടില്ല. അപ്പോൾ ഞാൻ അകത്തുനിന്ന് നോക്കിയത് കൂടാണ്ട് പുറത്തും കൂടെ ഒന്ന് ഇട്ട് നോക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഇതുകൊണ്ട് വെച്ചിട്ട് ഇതിൻ്റെ ചെറിയ സൈസ് എടുക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു ഇറങ്ങിയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ചെറിയ സൈസ് കിട്ടില്ല. അപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഫുഡ് അടിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചു. കാര്യം പറഞ്ഞാൽ ചോറ് വീട്ടിൽ ഇരിപ്പുണ്ട്. പക്ഷെ ഈ ഒരു വഴിക്ക് എത്തുമ്പോൾ ദാണ്ട് ആ നിൽക്കുന്ന അപ്പച്ചൻ്റെ ബർഗർ കഴിക്കാൻ വല്ലാതൊരു ക്രേവിങ് വരും കേട്ടോ. പുള്ളിയാണെങ്കിൽ അങ്ങോട്ട് നടന്ന് ചെല്ലുന്ന കാണുമ്പോൾ തന്നെ ചിക്കൻ ബർഗർ അകത്തുനിന്ന് വിളിച്ചു വരും. പുള്ളിക്ക് ഇപ്പോൾ കാണാപ്പാടായിട്ടുണ്ട് നമ്മൾ ചെന്ന് നമ്മൾ എന്താ വാങ്ങിക്കാൻ ചെല്ലുന്നതെന്ന്. സന്ധ്യ തുടങ്ങിയതുകൊണ്ട് ചെറിയൊരു വോക്കിയേക്കാന്ന് വിചാരിച്ചത്. നോക്ക് എന്ത് രസം നോക്ക്. സൺസെറ്റിൻ്റെ ഒരു ടൈമിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ നോക്കി, ഇങ്ങനത്തെ ഇഷ്ടിക കൂടാരങ്ങളാണ് ഇവിടുത്തെ വീടുകൾ. ഇതൊക്കെ കോടികളുടെ വിലയുള്ള വീടുകളാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വീടൊക്കെ ഇഷ്ടമായോ? എനിക്കെന്തായാലും ആദ്യമായിട്ട് UK വന്ന സമയത്ത് വലിയ സംശയമായിരുന്നു കേട്ടോ. ഇവർ ഇഷ്ടിക വെച്ച് വീട് പണിതതിന് ശേഷം പുറം തേക്കാറില്ല ആവുമെന്ന്. നമ്മുടെ നാട്ടിലൊക്കെ എന്തായാലും ഇഷ്ടിക പണി കഴിഞ്ഞിട്ട് പുറമൊക്കെ തേച്ച് മിനുക്കാറുണ്ടല്ലോ. അങ്ങനെ ചന്ദ്രൻ മാമൻ എത്തി. അപ്പോഴേ തിരിച്ച് നടക്കുന്ന വഴിക്കുള്ള മലയാളി കടയിൽ കയറിയേക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കും. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ നിത്യോപയോഗത്തിനുള്ള സാധനങ്ങളാണ്. എന്ത് റേറ്റാന്നറിയോ ഇവിടുത്തെ മലയാളി ഷോപ്പിലൊന്ന് കയറിയിട്ടുണ്ടെങ്കിൽ കഴുത്തിറുക്കുന്ന വില. നാട്ടിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കറികളും ഫ്രോസൺ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ നിന്നൊരു വാഴച്ചുണ്ടും പയറും തോരൻ വാങ്ങിച്ചിട്ട് പോയായിരുന്നു. വലിയ അടിപൊളിയാണെന്നൊന്നും പറയാനായിട്ടൊന്നുമില്ല. ഒരു ആവറേജ് അത്രേ പറയാനുള്ളൂ. ബാക്കി നമ്മുടെ എല്ലാ പലഹാരങ്ങളും എല്ലാവിധ കറികളും ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഫ്രോസൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കാണുന്ന ഫ്രീസറൊക്കെ പുതിയതായിട്ട് അവർ ഇറക്കുമതി ചെയ്തത്. ഇങ്ങനെ വിലയായാൽ ഇറക്കുമതി ചെയ്യാനുള്ള പൈസ എന്തായാലും ഉണ്ടാവും അവർക്ക്. അപ്പം നമ്മൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാക്കരി, നമ്മുടെ നാട്ടിലത്തെ പാലക്കാടൻ മട്ട അരി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചാക്ക്. എന്തായാലും ദൈവം സഹായിച്ചാൽ അതിന് കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ വാഴച്ചുണ്ട് പയറ് തോരൻ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഒരു അച്ചപ്പം, ഒരു മിച്ചർ, ഒരു കപ്പലണ്ടി റോസ്റ്റ്, പിന്നെ ഒരു ദോശമാവ്, ഇൻസ്റ്റൻറ്റ് ദോശമാവ് കേട്ടോ. കൊണ്ട് ചുട്ടാൽ മതി. നമുക്ക് അരയ്ക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചുടാൻ പാകത്തിനുള്ളത് വാങ്ങിച്ച്. പിന്നെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പൊറോട്ട. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചപ്പോഴേക്കും നമുക്ക് 32 പൗണ്ടായി. ആ 32 പൗണ്ട് കൊണ്ട് ഇവിടുത്തെ ഒരു ഇംഗ്ലീഷുകാരുടെ സൂപ്പർ മാർക്കറ്റിൽ കയറി 2 കവർ നിറച്ച് സാധനവും വാങ്ങിച്ചിട്ട് വരുമായിരുന്നു. ഇതെന്തായാലും വീട്ടിൽ തന്നെ ഇരുന്നൊരു സാധനമൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അങ്ങോട്ട് വിട്ടു. അപ്പം എല്ലാവർക്കും ശുഭദിനം. ബൈ ബൈ. അത്രേ ഉള്ളൂ.